5:25 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ബാബ വന്നിരിക്കുകയാണ് കുട്ടികളായ നിങ്ങൾക്ക് അവിനാശി സമ്പാദ്യം ഉണ്ടാക്കിക്കുവാൻ. ഇപ്പോൾ നിങ്ങൾ ജ്ഞാനരത്നങ്ങളുടെ സമ്പാദ്യം എത്ര ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുവോ അത്രയും ചെയ്യുവാൻ സാധിക്കും. ചോദ്യം: ആസുരീയ സംസ്കാരങ്ങളെ മാറ്റി ദേവതാ സംസ്കാരം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഏതൊരു വിശേഷ പുരുഷാർത്ഥം ആവശ്യമാണ്? ഉത്തരം: സംസ്കാരങ്ങളെ മാറ്റുന്നതിന് വേണ്ടി എത്ര സാധിക്കുമോ ദേഹി അഭിമാനി ആയിരിക്കുന്നതിൻ്റെ അഭ്യാസം ചെയ്യൂ. ദേഹാഭിമാനത്തിൽ വരുന്നതിലൂടെയാണ് ആസുരീയ സംസ്കാരം ഉണ്ടാകുന്നത്. ബാബ ആസുരീയ സംസ്കാരങ്ങളെ ദേവതാ സംസ്കാരമാക്കി മാറ്റുന്നതിന് വേണ്ടി വന്നിരിക്കുന്നു. പുരുഷാർത്ഥം ചെയ്യൂ. ആദ്യം ഞാൻ ദേഹി ആത്മാവാണ്, പിന്നീടാണ് ഈ ശരീരം. ഗീതം: നീ രാത്രിയെ ഉറങ്ങി പാഴാക്കി. ഓം ശാന്തി. ഈ ഗീതം കുട്ടികൾ വളരെ തവണ കേട്ടിട്ടുണ്ട്. ആത്മീയ കുട്ടികൾക്ക് ആത്മീയ അച്ഛൻ മുന്നറിയിപ്പ് തന്നുകൊണ്ടിരിക്കുന്നു. ഈ സമയം നഷ്ടപ്പെടുത്തുവാനുള്ളതല്ല. ഈ സമയം വളരെ ഭാരിച്ച സമ്പാദ്യം നടത്തുന്നതിനുള്ളതാണ്. സമ്പാദ്യം നടത്തിക്കുവാനാണ് ബാബ വന്നിരിക്കുന്നത്. സമ്പാദ്യവും അളവറ്റതാണ്. ആർക്ക് എത്ര സമ്പാദിക്കണമോ അത്രയും ചെയ്യുവാൻ സാധിക്കും. ഇത് അവിനാശി ജ്ഞാനരത്നങ്ങൾ കൊണ്ട് സഞ്ചി നിറയ്ക്കുന്നതിൻ്റെ സമ്പാദ്യമാണ്. ഇത് ഭാവിയിലേക്ക് വേണ്ടിയാണ്. അത് ഭക്തിയാണ്. ഇത് ജ്ഞാനമാണ്. ഭക്തി എപ്പോൾ ആരംഭിച്ചു, എപ്പോൾ രാവണരാജ്യം ആരംഭിക്കുന്നു, ഇത് മനുഷ്യർ അറിയുന്നില്ല. എപ്പോഴാണോ ബാബ വന്ന് രാമരാജ്യം സ്ഥാപിക്കുന്നത്, അപ്പോഴാണ് ജ്ഞാനം ആരംഭിക്കുന്നത്. ജ്ഞാനം തന്നെ പുതിയ ലോകത്തിന് വേണ്ടിയാണ്. ഭക്തി പഴയ ലോകത്തിന് വേണ്ടിയാണ്. ഇപ്പോൾ ബാബ പറയുന്നു, ആദ്യം സ്വയം ദേഹിയാണ് എന്ന് മനസ്സിലാക്കണം. കുട്ടികളായ നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്, ആദ്യം ഞാൻ ആത്മാവാണ്, പിന്നീടാണ് ശരീരം എന്നത്. പക്ഷേ ഡ്രാമ പ്ലാൻ അനുസരിച്ച് മനുഷ്യർക്ക് തെറ്റിപ്പോയി. അതിനാൽ തലകീഴായി ഇങ്ങനെ മനസ്സിലാക്കി, ആദ്യം ഞാൻ ദേഹമാണ്, പിന്നീടാണ് ദേഹി. ബാബ പറയുന്നു, ഇത് വിനാശിയാണ്. ഇത് നിങ്ങൾ സ്വീകരിക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. സംസ്കാരം ആത്മാവിലാണ് ഇരിക്കുന്നത്. ദേഹാഭിമാനത്തിൽ വരുന്നതിലൂടെ സംസ്കാരം ആസുരീയമായി പോകുന്നു. പിന്നെ ആസുരീയ സംസ്കാരങ്ങളെ ദൈവികമാക്കി മാറ്റുന്നതിന് വേണ്ടി ബാബയ്ക്ക് വരേണ്ടി വരുന്നു. ഈ മുഴുവൻ രചനയും ആ ഒരു രചയിതാവായ ബാബയുടേത് തന്നെയാണ്. ആ ഒന്നിനെ എല്ലാവരും ഫാദർ എന്ന് പറയുന്നു. ലൗകിക അച്ഛനെയും ഫാദർ എന്നാണ് പറയുന്നത്. ബാബയും മമ്മയും, ഈ രണ്ട് വാക്കുകൾ വളരെ മധുരമാണ്. രചയിതാവ് എന്ന് പിതാവിനെ തന്നെയാണ് പറയുക. ആ ഒന്ന് മാതാവിനെ അഡോപ്റ്റ് ചെയ്യുന്നു, പിന്നെ രചനയെ രചിക്കുന്നു. പരിധിയില്ലാത്ത ബാബയും പറയുന്നു, ഞാൻ വന്ന് ഇദ്ദേഹത്തിൽ പ്രവേശിക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ പേര് പ്രശസ്തമാണ്, ഭാഗീരഥൻ എന്ന് പറയുന്നുമുണ്ട്. മനുഷ്യൻ്റെ ചിത്രം തന്നെയാണ് കാണിക്കുന്നത്, കാളയോ മറ്റോ അല്ല. ഭാഗീരഥം മനുഷ്യൻ്റെ ശരീരമാണ്. ബാബ തന്നെ വന്ന് കുട്ടികൾക്ക് തൻ്റെ പരിചയം നൽകുന്നു. നിങ്ങൾ എല്ലായ്പ്പോഴും പറയേണ്ടത് നമ്മൾ ബാബ്ദാദയുടെ അടുക്കൽ പോകുന്നു എന്നാണ്. ബാബ എന്ന് മാത്രം പറയുകയാണെങ്കിൽ അത് നിരാകാരനാകുന്നു. നിരാകാരനായ ബാബയുടെ അടുക്കൽ പോകുവാൻ സാധിക്കുന്നത് ശരീരം ഉപേക്ഷിക്കുമ്പോഴാണ്. ആർക്കും അങ്ങനെ പോകുവാൻ സാധിക്കില്ല. ഈ ജ്ഞാനം ബാബ തന്നെയാണ് നൽകുന്നത്. ഈ ജ്ഞാനമുള്ളതും ബാബയുടെ അടുക്കലാണ്. അവിനാശി ജ്ഞാനരത്നങ്ങളുടെ ഖജനാവാണ്. ബാബ ജ്ഞാനരത്നങ്ങളുടെ സാഗരമാണ്. ജലത്തിൻ്റെ കാര്യമല്ല, ജ്ഞാനരത്നങ്ങളുടെ കലവറയാണ്. ബാബയിൽ ജ്ഞാനമുണ്ട്.
ജ്ഞാനം എന്ന് ജലത്തെ അല്ല പറയുന്നത്. മനുഷ്യർക്ക് നിയമത്തിൻ്റെയും വൈദ്യത്തിൻ്റെയും മറ്റും ജ്ഞാനമുണ്ടായിരിക്കുന്നു. ഇതും ജ്ഞാനമാണ്. ഋഷി മുനിമാർ തുടങ്ങിയവരെല്ലാം നമ്മൾ രചയിതാവിൻ്റെയും രചനയുടെയും ആദി മധ്യ അന്ത്യത്തിൻ്റെ ജ്ഞാനം അറിയുന്നില്ല. അത് ഒരു രചയിതാവിന് മാത്രമേ അറിയൂ എന്ന് ഈ ജ്ഞാനത്തെക്കുറിച്ചാണ് പറഞ്ഞിരുന്നത്. സൃഷ്ടിയുടെ ബീജരൂപവും ആ ഒരാളാണ്. സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യത്തിൻ്റെ ജ്ഞാനം ആ ഒന്നിലാണുള്ളത്. ആ ഒന്ന് വരുമ്പോഴാണ് കേൾപ്പിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ജ്ഞാനം ലഭിച്ചിരിക്കുന്നു. അതിനാൽ നിങ്ങൾ ഈ ജ്ഞാനത്തിലൂടെ ദേവതയാകുന്നു. ജ്ഞാനം നേടി പിന്നെ പ്രാപ്തി നേടുന്നു. അവിടെ പിന്നെ ഈ നോളജിൻ്റെ ആവശ്യം ഉണ്ടായിരിക്കുകയില്ല. ദേവതമാർക്ക് ഈ ജ്ഞാനമില്ല, അതിനാൽ അജ്ഞാനിയാണ് എന്നല്ല, അങ്ങനെയല്ല. അവർ ഈ ജ്ഞാനത്തിലൂടെയാണ് പദവി പ്രാപ്തമാക്കുന്നത്. ബാബയെ വിളിക്കുന്നത് തന്നെ ബാബ വരൂ, നമ്മൾ പതീതത്തിൽ നിന്നും പാവനം എങ്ങനെയാകും, അതിനുള്ള വഴി അഥവാ നോളജ് പറഞ്ഞു തരൂ എന്നതിനാണ്. കാരണം അറിയുന്നില്ല. ഇപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ ആത്മാക്കൾ ശാന്തിധാമത്തിൽ നിന്നും വന്നിരിക്കുകയാണ്. അവിടെ ആത്മാക്കൾ ശാന്തിയിൽ ഇരിക്കുന്നു. ഇവിടെ പാർട്ട് അഭിനയിക്കാൻ വന്നിരിക്കുന്നു. ഇത് പഴയ ലോകമാണ്. അപ്പോൾ തീർച്ചയായും പുതിയ ലോകം ഉണ്ടായിരുന്നു. അത് എപ്പോഴാണ് ഉണ്ടായിരുന്നത്? ആരാണ് രാജ്യം ഭരിച്ചിരുന്നത്? ഇതാരും അറിയുന്നില്ല. നിങ്ങൾ ഇപ്പോൾ ബാബയിലൂടെ അറിഞ്ഞു. ബാബ തന്നെയാണ് ജ്ഞാനത്തിൻ്റെ സാഗരം, സദ്ഗതി ദാതാവ്. ആ ഒന്നിനെ തന്നെയാണ് ഇങ്ങനെ വിളിക്കുന്നത്. ബാബ വന്ന് നമ്മുടെ ദുഃഖം ഹരിക്കൂ, സുഖവും ശാന്തിയും നൽകൂ. ആത്മാവ് അറിയുന്നു, എന്നാൽ തമോ പ്രധാനമായി പോയി. അതിനാൽ വീണ്ടും ബാബ വന്ന് പരിചയം നൽകിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യർ ആത്മാവിനെയോ പരമാത്മാവിനെയോ അറിയുന്നില്ല. പരമാത്മാ അഭിമാനിയാകുവാനായി ആത്മാവിൻ്റെ ജ്ഞാനം തന്നെയില്ല. മുൻപ് നിങ്ങളും അറിഞ്ഞിരുന്നില്ല. ഇപ്പോൾ ജ്ഞാനം ലഭിച്ചിരിക്കുന്നു. അപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്, തീർച്ചയായും രൂപം മനുഷ്യൻ്റേതായിരുന്നു, സ്വഭാവം കുരങ്ങൻ്റേതായിരുന്നു. ഇപ്പോൾ ബാബ ജ്ഞാനം നൽകിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളും നോളജ്ഫുൾ ആയി കഴിഞ്ഞിരിക്കുന്നു. രചയിതാവിൻ്റെയും രചനയുടെയും ജ്ഞാനം ലഭിച്ചു. നിങ്ങൾക്കറിയാം, നമ്മെ ഭഗവാനാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ എത്ര ലഹരി ഉണ്ടായിരിക്കണം. ബാബ ജ്ഞാനത്തിൻ്റെ സാഗരമാണ്. ബാബയിൽ പരിധിയില്ലാത്ത ജ്ഞാനമുണ്ട്. നിങ്ങൾ ആരുടെ അടുക്കൽ പോയാലും സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യത്തിൻ്റെ ജ്ഞാനം എന്നത് പോകട്ടെ. എന്നാൽ ഞാൻ ആത്മാവ് എന്ത് വസ്തുവാണ് അതുപോലും അറിയുന്നില്ല. ബാബയെ ഓർമ്മിക്കുന്നുമുണ്ട്, ദുഃഖം ഹരിച്ച് സുഖം തരുന്നവൻ എന്ന്. എന്നിട്ടും ഈശ്വരൻ സർവവ്യാപിയാണ് എന്ന് പറയുന്നു. ബാബ പറയുന്നു, ഡ്രാമ അനുസരിച്ച്. അവരുടെയും ദോഷമല്ല. ബാബ മായ തികച്ചും തുച്ഛബുദ്ധിയാക്കി മാറ്റുന്നു. കീടങ്ങൾക്ക് പിന്നെ അഴുക്കിൽ തന്നെയാണ് സുഖം തോന്നുന്നത്. ബാബ വരുന്നത് അഴുക്കിൽ നിന്നും പുറത്തെടുക്കുവാനാണ്. മനുഷ്യർ ചതുപ്പിൽ കുടുങ്ങിയിരിക്കുകയാണ്. എന്തു ചെയ്യട്ടെ എന്ന ജ്ഞാനത്തിൻ്റെ അറിവ് തന്നെയില്ല. ചതുപ്പിൽ കുടുങ്ങിയിരിക്കുകയാണെങ്കിൽ പിന്നെ അവരെ പുറത്തെടുക്കുന്നത് തന്നെ പ്രയാസമാകുന്നു. പുറത്തേക്ക് പകുതിയോ മുക്കാലോ കൊണ്ടുവന്നാലും കൈ വിടുവിച്ച് വീണ്ടും വീഴുന്നു. ചില കുട്ടികൾ മറ്റുള്ളവർക്ക് ജ്ഞാനം കൊടുത്ത് സ്വയം മായയുടെ അടികൊള്ളുന്നു. കാരണം ബാബയുടെ ഡയറക്ഷന് വിരുദ്ധമായാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. മറ്റുള്ളവരെ പുറത്തെടുക്കുന്നതിന് ശ്രമിക്കുന്നു, സ്വയം വീണു പോകുന്നു. പിന്നെ അവരെ പുറത്തെടുക്കുന്നതിൽ എത്ര പ്രയത്നമുണ്ടാകുന്നു. കാരണം മായയോട് തോറ്റുപോകുന്നു. അവർക്ക് തൻ്റെ പാപം കുറ്റബോധം വരുത്തുന്നു. മായയുടെ യുദ്ധമാണല്ലോ. ഇപ്പോൾ നിങ്ങൾ യുദ്ധമൈതാനത്തിലാണ്. അത് ബാഹുബലത്തിലൂടെ യുദ്ധം ചെയ്യുന്ന ഹിംസക സേനകൾ.
നിങ്ങൾ അഹിംസകരാണ്. നിങ്ങൾ രാജ്യം നേടുന്നത് അഹിംസയിലൂടെയാണ്. ഹിംസ 2 പ്രകാരത്തിലുണ്ടല്ലോ. ഒന്ന്, കാമമാകുന്ന കഠാര ഉപയോഗിക്കുന്നത്. രണ്ടാമത്തെ ഹിംസയാണ് ആരെയെങ്കിലും അടിക്കുന്നത്. നിങ്ങൾ ഇപ്പോൾ ഡബിൾ അഹിംസകരാകുന്നു. ഈ ജ്ഞാനബലത്തിൻ്റെ യുദ്ധം ആരും അറിയുന്നില്ല. അഹിംസ എന്ന് എന്തിനെ പറയുന്നു എന്നതും ആരും അറിയുന്നില്ല. ഭക്തി മാർഗത്തിൻ്റെ സാമഗ്രികൾ എത്ര ഭാരിച്ചതാണ്. പതീത പാവനെ വരൂ എന്ന് പാടുന്നുമുണ്ട്. എന്നാൽ ഞാൻ എങ്ങനെയാണ് വന്ന് പാവനമാക്കുന്നത്? ഇതാരും അറിയുന്നില്ല. ഗീതയിലും തെറ്റ് വരുത്തിയിരിക്കുകയാണ്. മനുഷ്യനെ ഭഗവാൻ എന്ന് പറഞ്ഞു. ശാസ്ത്രങ്ങൾ മനുഷ്യരാണ് ഉണ്ടാക്കിയത്, മനുഷ്യരാണ് പഠിക്കുന്നത്. ദേവതമാർക്ക് ശാസ്ത്രങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. അവിടെ ഏതെങ്കിലും ശാസ്ത്രങ്ങൾ ഉണ്ടായിരിക്കുന്നില്ല. ജ്ഞാനം, ഭക്തി, പിന്നീട് വൈരാഗ്യം. എന്തിൻ്റെ വൈരാഗ്യം? ഭക്തിയുടെ. പഴയ ലോകത്തിൻ്റെ വൈരാഗ്യമാണ്, പഴയ ശരീരത്തിൻ്റെ വൈരാഗ്യമാണ്. ബാബ പറയുന്നു, ഈ കണ്ണുകളിലൂടെ എന്തെല്ലാം കാണുന്നുവോ അത് ഉണ്ടായിരിക്കുകയില്ല. ഈ മുഴുവൻ മോശമായ ലോകത്തോടും വൈരാഗ്യമാണ്. പിന്നെ നിങ്ങൾ ദിവ്യ ദൃഷ്ടിയിലൂടെ പുതിയ ലോകത്തിൻ്റെ സാക്ഷാത്കാരം കാണുന്നു. നിങ്ങൾ പഠിക്കുന്നത് തന്നെ പുതിയ ലോകത്തിലേക്ക് വേണ്ടിയാണ്. ഈ പഠനം ഈ ജന്മത്തേക്ക് വേണ്ടിയുള്ളതല്ല. മറ്റേ ഏതെല്ലാം പഠനമുണ്ടോ അത് ആ സമയത്തെ ആ ജന്മത്തേക്ക് വേണ്ടിയാണ്. ഇപ്പോൾ സംഗമമാണ്. അതിനാൽ നിങ്ങൾ എന്തു പഠിക്കുന്നുവോ അതിൻ്റെ പ്രാപ്തി നിങ്ങൾക്ക് പുതിയ ലോകത്തിലാണ് ലഭിക്കുന്നത്. പരിധിയില്ലാത്ത ബാബയിൽ നിന്നും എത്ര വലിയ പ്രാപ്തിയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. പരിധിയില്ലാത്ത ബാബയിൽ നിന്നും പരിധിയില്ലാത്ത സുഖത്തിൻ്റെ പ്രാപ്തി ഉണ്ടാകുന്നു. അപ്പോൾ കുട്ടികൾ പൂർണ്ണ പുരുഷാർത്ഥം ചെയ്ത് ശ്രീമത്തനുസരിച്ച് നടക്കണം. ബാബ ശ്രേഷ്ഠമായതിലും ശ്രേഷ്ഠമാണ്. ബാബയിലൂടെ നിങ്ങൾ ശ്രേഷ്ഠമായി മാറുന്നു. ബാബ സദാ ശ്രേഷ്ഠം തന്നെയാണ്, നിങ്ങളെ ശ്രേഷ്ഠമാക്കി മാറ്റുന്നു. 84 ജന്മങ്ങൾ എടുത്തെടുത്ത് പിന്നെ നിങ്ങൾ ഭ്രഷ്ടമായി പോകുന്നു. ബാബ പറയുന്നു, ഞാൻ ജനന മരണത്തിൽ വരുന്നില്ല. ഞാൻ ഇപ്പോൾ ഭാഗ്യശാലി രഥത്തിലാണ് പ്രവേശിക്കുന്നത്. ആ ഒന്നിനെ കുട്ടികളായ നിങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. നിങ്ങളുടേത് ഇപ്പോൾ ചെറിയ വൃക്ഷമാണ്. വൃക്ഷത്തിന് കൊടുങ്കാറ്റും ഏൽക്കുന്നുവല്ലോ. ഇലകൾ കൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ധാരാളം പൂക്കൾ വരുന്നു. പിന്നെ കൊടുങ്കാറ്റ് ഏൽക്കുന്നതിലൂടെ വീണു പോകുന്നു. ചില നല്ല ഫലങ്ങൾ പിടിക്കുന്നു. പിന്നീട് മായയുടെ കൊടുങ്കാറ്റിൽ വീണു പോകുന്നു. മായയുടെ കൊടുങ്കാറ്റ് വളരെ തീവ്രമാണ്. ആ വശത്ത് ബാഹുബലമാണ്, ഈ വശത്ത് യോഗബലം അഥവാ ഓർമ്മയുടെ ബലമാണ്. നിങ്ങൾ ഓർമ്മ എന്ന വാക്ക് ഉറപ്പിക്കൂ. അവർ യോഗ യോഗ എന്ന വാക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടേത് ഓർമ്മയാണ്. നടക്കുമ്പോഴും സഞ്ചരിക്കുമ്പോഴും എല്ലാം ബാബയെ ഓർമ്മിക്കുന്നു. ഇതിനെ യോഗം എന്ന് പറയില്ല. സന്യാസിമാരുടെ യോഗം എന്ന വാക്ക് പ്രശസ്തമാണ്. അനേകം പ്രകാരത്തിലുള്ള യോഗം പഠിപ്പിക്കുന്നു. ബാബ എത്ര സഹജമായി പറഞ്ഞു തരുന്നു. എഴുന്നേൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും ചുറ്റി സഞ്ചരിക്കുമ്പോഴും ബാബയെ ഓർമ്മിക്കൂ. നിങ്ങൾ പകുതി കൽപ്പത്തെ പ്രിയതമകളാണ്. എന്നെ ഓർമ്മിച്ചു വന്നു. ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നു. ആത്മാവിനെ ആരും തന്നെ അറിയുന്നില്ല. അതിനാൽ ബാബ വന്ന് റിയലൈസ് ചെയ്യിക്കുന്നു. ഇതും മനസ്സിലാക്കേണ്ടതായ വളരെ മഹീനമായ കാര്യങ്ങളാണ്. ആത്മാവ് അതിസൂക്ഷ്മവും അവിനാശിയുമാണ്. ആത്മാവും വിനാശമാകാൻ പോകുന്നില്ല. അതിൻ്റെ പാർട്ടും വിനാശമാവുക സാധ്യമല്ല. ഈ കാര്യങ്ങൾ സ്ഥൂല ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കുക പ്രയാസമാണ്. ശാസ്ത്രങ്ങളിലും ഈ കാര്യങ്ങളില്ല. കുട്ടികളായ നിങ്ങൾക്ക് ബാബയെ ഓർമ്മിക്കുന്നതിൻ്റെ വളരെയധികം പ്രയത്നം ചെയ്യേണ്ടി വരുന്നു. ജ്ഞാനമാകട്ടെ വളരെ സഹജമാണ്. പിന്നെ വിനാശകാലെ പ്രീതബുദ്ധിയെന്നും വിപരീത ബുദ്ധിയെന്നും ഈ ഓർമ്മയെക്കുറിച്ചാണ് പറയുന്നത്. ഓർമ്മ നന്നായിട്ടുണ്ടെങ്കിൽ പ്രീതബുദ്ധിയാണ്. പ്രീതിയും അവ്യഭിചാരിയായിരിക്കണം. സ്വയം തന്നോട് ചോദിക്കണം,
ഞാൻ ബാബയെ എത്ര ഓർമ്മിക്കുന്നുണ്ട്, ഇതും മനസ്സിലാക്കുന്നുണ്ട്. ബാബയോട് പ്രീതി വെച്ച് വെച്ച് എപ്പോൾ കർമാതീത അവസ്ഥ ഉണ്ടാകുമോ അപ്പോൾ ഈ ശരീരം ഉപേക്ഷിക്കും. യുദ്ധം നടക്കുകയും ചെയ്യും. എത്രത്തോളം ബാബയോട് പ്രീതി ഉണ്ടായിരിക്കുന്നുവോ എങ്കിൽ തമോ പ്രധാനത്തിൽ നിന്നും സതോ പ്രധാനമായി മാറും. പരീക്ഷയാകട്ടെ ഒരു സമയത്ത് തന്നെ ആയിരിക്കുമല്ലോ ഉണ്ടാവുക. സമയം പൂർത്തിയാവുകയും എല്ലാവരുടേതും പ്രീതബുദ്ധിയാവുകയും ചെയ്യുമ്പോൾ ആ സമയത്ത് പിന്നെ വിനാശം സംഭവിക്കുന്നു. അതുവരെയും വഴക്കുകളും മറ്റും നടന്നുകൊണ്ടിരിക്കുന്നു. വിദേശത്തുള്ളവരും മനസ്സിലാക്കുന്നുണ്ട്, ഇപ്പോൾ മൃത്യു മുന്നിലാണ്. പ്രേരണ നൽകുന്ന ആരോ ഉണ്ട്, അത് അവ നമ്മെ കൊണ്ട് ബോംബുകൾ ഉണ്ടാക്കിക്കുകയാണ്. പക്ഷേ എന്ത് ചെയ്യുവാൻ സാധിക്കും? ഡ്രാമയിൽ അടങ്ങിയിരിക്കുകയല്ലേ. തൻ്റെ തന്നെ സയൻസിൻ്റെ ബലത്തിലൂടെ തൻ്റെ കുലത്തിൻ്റെ മൃത്യു കൊണ്ടുവരുന്നു. കുട്ടികൾ പറയുന്നു, പാവന ലോകത്തിലേക്ക് കൊണ്ടുപോകൂ. അപ്പോൾ ശരീരങ്ങളെ കൊണ്ടുപോവുകയില്ല. ബാബ കാലൻ്റെയും കാലനാണല്ലോ. ഈ കാര്യങ്ങൾ ആരും അറിയുന്നില്ല. മൃഗത്തിന് മരണം, വേട്ടക്കാരന് ഇര എന്ന് പാടപ്പെട്ടിട്ടുണ്ട്. അവർ പറയുന്നു, വിനാശം അവസാനിച്ചുവെങ്കിൽ ശാന്തി ഉണ്ടായി എങ്കിൽ. വിനാശം കൂടാതെ സുഖവും ശാന്തിയും എങ്ങനെ സ്ഥാപനമാകും? അതിനാൽ ചക്രത്തെക്കുറിച്ച് തീർച്ചയായും മനസ്സിലാക്കിച്ചു കൊടുക്കൂ. ഇപ്പോൾ സ്വർഗത്തിൻ്റെ ഗേറ്റ് തുറക്കുകയാണ്. ബാബ പറഞ്ഞിട്ടുണ്ട്, ഇതിനെക്കുറിച്ചും ഒരു പുസ്തകം അച്ചടിക്കൂ. ഗേറ്റ് വേ ടു ശാന്തിധാം സുഖധാം. ഇതിൻ്റെ അർത്ഥവും മനസ്സിലാക്കുകയില്ല. വളരെ സഹജമായതാണ്. എന്നാൽ കോടിയിൽ ചിലർ മനസ്സിലാക്കുന്നതും പ്രയാസമാണ്. നിങ്ങളും എക്സിബിഷനിലും മറ്റും ഒരിക്കലും നിരാശരാകുവാൻ പാടില്ല. പ്രജകൾ തയ്യാറാകുന്നുവല്ലോ. ലക്ഷ്യം വലുതാണ്, പ്രയത്നം തോന്നുന്നു. പ്രയത്നം ഓർമ്മയുടേതാണ്. അതിൽ വളരെ പേർ ഫെയിലാകുന്നു. ഓർമ്മയും അവ്യഭിചാരിയായിരിക്കണം. മായ ഓരോ നിമിഷവും മറവി വരുത്തുന്നു. പ്രയത്നമില്ലാതെ ആർക്കും വിശ്വത്തിൻ്റെ അധികാരിയാകുവാൻ സാധിക്കില്ല. പൂർണ്ണ പുരുഷാർത്ഥം ചെയ്യണം. നമ്മൾ സുഖധാമത്തിൻ്റെ അധികാരിയായിരുന്നു. അനേകം തവണ ചക്രം കറങ്ങി. ഇപ്പോൾ ബാബയെ ഓർമ്മിക്കേണ്ടതുണ്ട്. മായ വളരെയധികം വിഘ്നമിടുന്നു. ബാബയുടെ പക്കൽ സേവനത്തിൻ്റെയും സമാചാരം വരുന്നു. ഇന്ന് വിദ്വാൻമാരുടെ സദസ്സിന് മനസ്സിലാക്കിച്ചു കൊടുത്തു, ഇന്ന് ഇന്നത് ചെയ്തു എന്ന്. ഡ്രാമ അനുസരിച്ച് മാതാക്കളുടെ പേര് പ്രശസ്തമാകേണ്ടതുണ്ട്. കുട്ടികളായ നിങ്ങൾ ഈ ചിന്ത വയ്ക്കണം. മാതാക്കളെ മുന്നിൽ വയ്ക്കണം. ഇതാണ് ചൈതന്യ ദിൽവാല ക്ഷേത്രം. നിങ്ങൾ ചൈതന്യത്തിൽ ആയി മാറും. പിന്നെ നിങ്ങൾ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കും. ഭക്തി മാർഗത്തിൻ്റെ ക്ഷേത്രങ്ങളും മറ്റും ഉണ്ടായിരിക്കുകയില്ല. ശരി, മധുരമധുരമായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ഒരു ബാബയോട് അവ്യഭിചാരി പ്രീതി വെച്ച് വെച്ച് കർമാതീത അവസ്ഥ നേടണം. ഈ പഴയ ദേഹത്തോടും പഴയ ലോകത്തോടും പരിധിയില്ലാത്ത വൈരാഗ്യം ഉണ്ടാകണം. ഒരു കർത്തവ്യവും ബാബയുടെ ഡയറക്ഷന് വിരുദ്ധമായി ചെയ്യുവാൻ പാടില്ല. യുദ്ധമൈതാനത്തിൽ ഒരിക്കലും തോറ്റുപോകരുത്. ഡബിൾ അഹിംസകരാകണം. വരദാനം: ശുഭഭാവനയിലൂടെ സേവനം ചെയ്യുന്ന ബാബയ്ക്ക് സമാനം അപകാരികളുടെ മേലും ഉപകാരിയായി ഭവിക്കട്ടെ. ഏതുപോലെ ബാബ അപകാരികളുടെ മേലും ഉപകാരം ചെയ്യുന്നു, അതേപോലെ താങ്കളുടെ മുന്നിൽ എങ്ങനെയുള്ള ആത്മാവ് ഉണ്ടായിരുന്നാലും തൻ്റെ ദയയുടെ വൃത്തിയിലൂടെ ശുഭഭാവനയിലൂടെ അവരെ പരിവർത്തനപ്പെടുത്തൂ. ഇതുതന്നെയാണ് സത്യമായ സേവനം. ഏതുപോലെ സയൻസിൻ്റെ മേഖലയിലുള്ളവർ മണലിൽ പോലും വിളവുണ്ടാക്കുന്നു.
അതേപോലെ സൈലൻസിൻ്റെ ശക്തിയിലൂടെ ദയാഹൃദയരായി അപകാരികളുടെ മേലും ഉപകാരം ചെയ്ത് ഭൂമിയെ പരിവർത്തനപ്പെടുത്തൂ. സ്വപരിവർത്തനത്തിലൂടെ ശുഭഭാവനയിലൂടെ എങ്ങനെയുള്ള ആത്മാവും പരിവർത്തനപ്പെടും. കാരണം ശുഭഭാവന സഫലത തീർച്ചയായും പ്രാപ്തമാക്കിക്കുന്നു. സ്ലോഗൻ: ജ്ഞാനം സ്മരിക്കുന്നത് തന്നെയാണ് സദാ ഹർഷിതമായിരിക്കുന്നതിൻ്റെ ആധാരം. അവ്യക്ത സൂചന: ആത്മീയ റോയൽറ്റിയും പ്യൂരിറ്റിയുടെ പേഴ്സണാലിറ്റിയും ധാരണ ചെയ്യൂ. ബ്രാഹ്മണരായ താങ്കളുടേതുപോലെയുള്ള ആത്മീയ പേഴ്സണാലിറ്റി മുഴുവൻ കൽപ്പത്തിലും മറ്റാർക്കുമില്ല. കാരണം നിങ്ങളേവരുടെയും പേഴ്സണാലിറ്റി ഉണ്ടാക്കുന്നവൻ ഉയർന്നതിലും ഉയർന്ന സ്വയം പരമാത്മാവാണ്. താങ്കളുടെ ഏറ്റവും വലുതിലും വലിയ പേഴ്സണാലിറ്റിയാണ് സ്വപ്നത്തിലോ സങ്കല്പത്തിലോ പോലും സമ്പൂർണ്ണ പ്യൂരിറ്റി. ഈ പ്യൂരിറ്റിയോടൊപ്പം മുഖത്തും പെരുമാറ്റത്തിലും ആത്മീയതയുടെയും പേഴ്സണാലിറ്റി ഉണ്ട്. തൻ്റെ ഈ പേഴ്സണാലിറ്റിയിൽ സദാ സ്ഥിതി ചെയ്യൂ. അപ്പോൾ സേവനം സ്വതവേ ഉണ്ടാകും. ഓം ശാന്തി. ഭ്രൂമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ചൈതന്യ ശക്തിയായ ഞാൻ ശാന്ത സ്വരൂപ ആത്മാവാണ്. ശാന്തിയാകുന്ന എൻ്റെ സ്വധർമ്മത്തിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. ഞാൻ ശക്തി സ്വരൂപ ആത്മാവാണ്. സ്വരാജ്യ അധികാരി ആത്മാവാണ്. കർമ്മേന്ദ്രിയങ്ങളുടെ അധികാരിയാണ്. ദേഹമാകുന്ന രഥത്തിൻ്റെ സാരഥിയാണ്. മസ്തകമധ്യത്തിൽ നക്ഷത്ര സമാനം തിളങ്ങുന്ന ആത്മസ്വരൂപത്തിൽ നിന്നും ശാന്തിയുടെയും ശക്തിയുടെയും തരംഗങ്ങൾ നാനാഭാഗത്തും വ്യാപിക്കുന്നു. ഇപ്പോൾ ഞാൻ എൻ്റെ ഡബിൾ ലൈറ്റ് സ്വരൂപം ധാരണ ചെയ്യുന്നു. ഞാൻ പ്രകാശ സ്വരൂപമായ ആത്മാവ് പ്രകാശ ശരീരധാരിയായി സ്ഥിതി ചെയ്യുന്നു. ഈ ഡബിൾ ലൈറ്റ് സ്വരൂപം ധാരണ ചെയ്ത് ഞാൻ അവ്യക്ത ലോകത്തിൽ സ്മൃതിയുടെ ശക്തിയിലൂടെ എത്തിച്ചേരുന്നു. ഈ അവ്യക്ത ദേശത്തിൽ അവ്യക്ത ബാബ് ദാദയുടെ സന്മുഖത്ത് സ്ഥിതി ചെയ്യുമ്പോൾ ബാബ് ദാദയുടെ വരദാനി ദൃഷ്ടി എന്നിൽ പതിയുന്നു. ദൃഷ്ടിയിലൂടെ സംതൃപ്തനാക്കുന്ന ബാബ് ദാദയുടെ സകാശ് ലഭിക്കുമ്പോൾ ഞാൻ സമ്പന്ന സ്ഥിതി അനുഭവിക്കുന്നു. ഇപ്പോൾ ഞാൻ നിരാകാര സ്വരൂപം ധാരണ ചെയ്യുന്നു. ഈ സ്വരൂപം ധാരണ ചെയ്യുമ്പോൾ സഹജമായി നിരാകാരി ലോകത്തിൽ സ്ഥിതി ചെയ്യുന്നതിൻ്റെ അനുഭവം എനിക്കുണ്ടാകുന്നു. ഈ
സൈലൻസിൻ്റെ ലോകത്തിൽ സർവശക്തിവാനായ ശിവ ബാബയുടെ സമീപം ബാബയുടെ ഏക സ്മൃതിയിൽ ഏകാഗ്രചിത്തമായി സ്ഥിതി ചെയ്യുന്നു. സംഗമയുഗത്തിൻ്റെ വിശേഷ വരദാനമായ ഈ പരമാത്മാ കൂടിക്കാഴ്ചയുടെ ശ്രേഷ്ഠ അനുഭവങ്ങളിൽ ലയിച്ചു ചേരുമ്പോൾ ഈശ്വരീയ ശക്തികളുടെയും ദൈവിക ഗുണങ്ങളുടെയും സഹജ പ്രാപ്തി എനിക്കുണ്ടാകുന്നു. പരമാത്മാവുമായുള്ള ഈ സർവശ്രേഷ്ഠ കൂടിക്കാഴ്ചയുടെ ശ്രേഷ്ഠ ഭാഗ്യത്തിൻ്റെ ധന്യതയിൽ സമ്പന്ന അവസ്ഥയിൽ ദേഹമാകുന്ന രഥത്തിലേക്ക് ഭ്രൂമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നു.